ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഇന്ന് ജൂൺ 2-ാം തീയതിയാണ് ഗൈസ്. അങ്ങനെ ആദ്യമായിട്ട് പുതിയ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വ്ലോഗാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇവൻ കുറച്ചുകൂടി കഴിയും. 9 മണിക്കാണ് വണ്ടി ഇവിടെ താഴെ തന്നെയാണ്. അപ്പോൾ 9 മണിയാകുമ്പോഴത്തേക്ക് എത്താനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് കൊണ്ടാക്കാൻ വേണ്ടി പോകണം. എന്നിട്ട് വേണം അമ്മയ്ക്ക് എനിക്ക് സ്കൂളിലേക്ക് പോകാൻ വേണ്ടി. പ്രവേശനോത്സവമല്ലേ, അപ്പോൾ അതുകൊണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇന്ന് 3 മണി വരെ ക്ലാസ് ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ വണ്ടിയിൽ അങ്ങോട്ട് വന്നാൽ മതിയല്ലോ, നമ്മൾ കാത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. പോയി നോക്കട്ടെ എന്താ അവസ്ഥ ഒന്നും അറിയില്ല. ഞങ്ങൾ ചെറിയൊരു ടെൻഷനോട് കൂടിയിട്ടാണ് പോകുന്നത്. കാരണം ഇവൻ്റെ ഫാദർ വന്ന് പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ളൊരു ചെറിയൊരു ഡിസ്ക്വാളിഫിക്കേഷനിലാണ് ഞങ്ങൾ പോണത്. ഓക്കെ, കുഴപ്പമില്ല, അത് നമുക്ക് വിടാം. പിന്നെ ഇനിയിപ്പോൾ ട്രാക്കിലേക്കായി വരേണ്ട ഗൈസ്. ഇത് ഫസ്റ്റ് ഡേ ആണ്, കുഴപ്പമില്ല. ഇനിയിപ്പോൾ നമുക്ക് മറ്റേ കിച്ചണിലെ വ്ളോഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, സ്കൂൾ ഡേ എങ്ങനെയാണെന്നൊക്കെ കാണിച്ചു തരണ്ടേ. അതൊക്കെ എടുക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു ട്രാക്കിലേക്കായി വരണം. ഇന്നിപ്പോൾ സ്റ്റാർട്ടിങ് ആയിട്ടില്ലല്ലോ, അപ്പോൾ ഇന്നത്തെ ദിവസം തന്നെ എടുക്കാൻ പറ്റൂല. നമ്മളിങ്ങനെ ആ ഒരു ഇതിലേക്ക് കൂടി വരട്ടെ, എന്നിട്ട് നമുക്ക് കിച്ചണിൽ രാവിലത്തെ ആ തിരക്കും സ്കൂളിൽ പോകുന്നതിൻ്റെ ഇതൊക്കെ ഞാൻ എടുക്കാം കേട്ടോ, കുഴപ്പമില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും നമ്മളിങ്ങനെ ചില്ലായിട്ട് ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് നമ്മളിങ്ങനെ ഇരിക്കുകയാണ് ഗൈസ്. നമുക്ക് പോകാനുള്ള സമയം വായിക്കൊണ്ടിരിക്കുന്നത്. സമയം ഇപ്പം ഏതായാലും 7:30 ആയിട്ടേ ഉള്ളൂ. ഇതെന്താ പറയുക, ഒരു ഭാഗം മാത്രമേ ലൈറ്റ്. ഇവിടെ ഭയങ്കര വെയിലാണ്. ഇന്ന് നമുക്ക് സ്കൂൾ ഓപ്പണിങ് പ്രമാണിച്ച് വെയിലാണ് ഗൈസ്, വെയിലാണ് കേട്ടോ, നല്ല അടിപൊളി വെയിലാണ്. കണ്ണടിച്ചോ? ഓക്കെ, അപ്പോൾ നമുക്ക് ഏതായാലും അടുത്ത സംഭവങ്ങളൊക്കെ നോക്കാം കേട്ടോ. ഇവരുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഞാൻ എടുക്കാൻ പറ്റുന്നതൊക്കെ എടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മളേതായാലും ബസ്സിനാണ് പോവുക, ഇവനെന്തായാലും എൻ്റെ വണ്ടിയിൽ പോകും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ ആദിമോന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളത്. ഇതെല്ലാം ഒറ്റ ട്രിപ്പിന് വാങ്ങിയതല്ല കേട്ടോ, ഇത് ഓരോ തവണ പോകുമ്പോഴും വാങ്ങിക്കുന്ന സാധനങ്ങളാണ്. കാരണം എന്താ വെച്ചാൽ ഒറ്റയടിക്ക് സാധനങ്ങളെല്ലാം വാങ്ങിക്കാനുള്ള കപ്പാസിറ്റി മണി എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കാരണം ഞാനിങ്ങനെ കുറേശ്ശെ വാങ്ങിക്കുക ചെയ്യാം. ആദ്യം സ്കൂളിൽ പോവുക, ഞങ്ങൾക്ക് സ്കൂളിലൊന്നും പോകണ്ടല്ലേ. സ്റ്റുഡൻറ്റ് ഇത് ചായയൊക്കെ കുടിച്ചു ഫുൾ ഒരു ചപ്പാത്തി കംപ്ലീറ്റ് കഴിച്ചു. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ സമയം 8:05. നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ റെഡിയായി തുടങ്ങാം ഗൈസ്. നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റാൻ വേണ്ടി പോവാണ് ഗൈസ്. ഓക്കെ, നമുക്ക് മാറ്റി തുടങ്ങാം. എന്നിട്ട് നമുക്ക് മെല്ലെ അങ്ങോട്ടേക്ക് പോവാം. ഞാനും മാറ്റാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇപ്പം വണ്ടിയിലാണല്ലോ വരിക, നമുക്ക് ബസ്സൊക്കെ കിട്ടിയിട്ട് അവിടെ എത്തട്ടെ. അപ്പോൾ നമ്മൾ മാറ്റാൻ വേണ്ടി പോവാണ് കേട്ടോ. ആദ്യമാൻ്റെ ഡ്രസ്സ് ഞാൻ കാണിച്ചതല്ല, നല്ല വെയിലാണ് ഇന്ന്, സൂപ്പർ വെതർ ആണെന്ന് വിചാരിക്കുന്നത്. എപ്പോഴാണ് വേറെ ഒന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ഇതാണ് ആദിമോൻ്റെ ഷർട്ട്, കണ്ടോ, കിട്ടിയ ഷർട്ട്. ആഹാ, എന്താ സ്മെല്ല്, നല്ല അടിപൊളി മണം. പിന്നെ 3/4 ഞാൻ വാങ്ങിയത്. ഞാൻ പാൻറ്റ് മാറ്റി, പാൻറ്റൊക്കെ ഇനി ഇടാം, ബട്ട് ഇപ്പോൾ വേണ്ട. ഇപ്പോൾ 3/4 ആക്കി ഞാൻ, കാരണം പാൻറ്റ് പെട്ടെന്ന് ഇറക്കാൻ കുറഞ്ഞു പോകുന്നതിനോണ്ടേ. അപ്പോൾ അതിനുകൊണ്ട് 3/4 മാറ്റി പിടിച്ചിരിക്കുന്നു ഞാൻ. അപ്പം നമ്മൾ മാറ്റാൻ വേണ്ടി പോവാണ് കേട്ടോ ഗൈസ്. ഇവിടെ ഒരാൾ റെഡിയായെന്ന് പറഞ്ഞാൽ പോകാനുള്ള സമയമായിട്ടൊന്നുമില്ല, ബട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് ഇൻസ്റ്റയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത്. ഇതാണ് ഡ്രസ്സ് വാങ്ങിയിട്ടുള്ള വിലക്കളൊക്കെ കഴിഞ്ഞിട്ടാണ്. ഇതാണ് ഡ്രസ്സ്. ഇനിയിപ്പോൾ അതൊക്കെ അവിടെ തന്നെ വെക്കാൻ വേണ്ടി പോകാം, സമയം ആവുന്നേ ഉള്ളൂ. 9 മണിക്കാണ് വണ്ടി. അപ്പോഴത്തേക്ക് ഞങ്ങൾ ചായ കുടിച്ചിട്ട് വേഗം മാറ്റട്ടെ കേട്ടോ. ബപ്പൊരു കമാൺ, ഇനി പോകുമ്പോൾ കാണാം. വേഗം നടന്നോ 9 മണിക്ക് വണ്ടി. എവിടേക്ക് ഗൈസ്, ഫൈനലി നമ്മൾ വണ്ടി സ്ഥലത്തേക്ക് നടന്നോണ്ടിരിക്കുകയാണ്. ഞാൻ മാറ്റി കഴിയില്ല കേട്ടോ, ഞാൻ പാതി വരെ മാറ്റുള്ളൂ. ഡ്രസ്സ് തന്നെയാണ് ഇടുന്നത്. അവിടെ 9 മണിയാകുമ്പോൾ വണ്ടി എടുക്കുന്നതാണ് പറഞ്ഞത്. അപ്പോൾ വണ്ടി നിർത്തിയിട്ട സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. വേറെ കുട്ടികളുണ്ട് ഇവിടുന്ന്, അവരെന്താണെന്ന് കറക്റ്റ് അറിയില്ല. എന്തായാലും ഇപ്പോൾ ആദ്യമാണ് ഒറ്റയ്ക്ക് പോവാണ്. ഞാനും അമ്മയൊക്കെ ബസ്സിന് പോകും. അങ്ങനെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഞാൻ കാണിച്ചു തരാം അവിടെ എത്തിയിട്ട്. എത്താനായി, കുറച്ചുകൂടെ അവിടെ നടക്കാനേ ഉള്ളൂ.
ഗൈസ്, ഇതാണ് ആദിമോന് പോവാനുള്ള വണ്ടി കേട്ടോ. ഇവിടെ തന്നെ നല്ലോണം ഡോറൊക്കെ പൂട്ടണം കേട്ടോ. അങ്ങനെ പൂട്ടണ്ട, ലോക്ക് ചെയ്തിട്ടേ നല്ലോണം ഇരിക്കാൻ പാടുള്ളൂ കേട്ടോ. ഗൈസ്, ഇതാണ് നമ്മുടെ വിശാലമായ ഗ്രൗണ്ട് കേട്ടോ. വലിയ ഗ്രൗണ്ടാ. ഇവിടെ ഒരാൾ കിടക്കുന്നുണ്ട്. എന്താ വലിയ ഗ്രൗണ്ടാണ്. ഇവിടെ നമ്മളെ വണ്ടി, പോവാനുള്ള വണ്ടി. ഇവിടെ ഞാൻ ഒരു കിണറും വിളിച്ചു. അച്ഛ ഇതാ അവിടെ നിൽക്കുന്നത്, വെയിറ്റിംഗ്. ഗൈസ്, ഫൈനലി ഞാൻ അമ്മയെ പോവാണ്. ഇതിൻ്റെ നല്ല വെയിലാ. സ്കൂളിലേക്ക് പോവാണ്. ബസ് കിട്ടുമെന്ന് അറിയില്ല. അറ്റ്ലീസ്റ്റ് ഒരു ഓട്ടോ എങ്കിലും കിട്ടാൻ. ബസ് സ്റ്റോപ്പിൽ ആസ് യൂഷ്വൽ നമ്മൾ സ്കൂളിൽ പോയി. നമ്മൾ എത്തുമ്പോഴേക്ക് പ്രവേശനോത്സവ പരിപാടികളൊക്കെ കഴിഞ്ഞ്. സാറില്ലേ, ടീച്ചറെ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സിറ്റുവേഷൻ, ബാക്ക്ഗ്രൗണ്ട്, അവസ്ഥകളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ബാക്കി ടീച്ചേഴ്സിനോടൊക്കെ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളിങ്ങനെ ഇടവഴി, പണ്ടത്തെ ഇടവഴിയാണ്, അതിലിങ്ങനെ നടന്നു പോവാണ്. അമ്മ ഇതാ സ്കൂളിൻ്റെ ഇതൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല, കാരണം നമ്മൾ നേരം വൈകിട്ടാണല്ലോ അവിടെ എത്തിയത്. അപ്പോൾ പരിപാടി കാര്യങ്ങളൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. നമ്മളവിടെ ബസ് ഇറങ്ങുമ്പോഴേക്ക് കുട്ടികളാക്കി എല്ലാവരും വീട്ടിലേക്ക് പോകുന്നത് കണ്ട് നോക്കിയിട്ട് കാര്യമില്ല, പിന്നെ എടുക്കാം. അപ്പോൾ ഇവിടെയൊക്കെ മഴ പെയ്തിട്ട് വേഗം വെള്ളം കയറും കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ അമ്മേൻ്റെ വീട്ടിലേക്ക് പോകണം. സ്കൂളിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ വീട്. അപ്പോൾ അവിടെ പോയിട്ടുണ്ടെങ്കിൽ മൈ ഫേവറേറ്റ് ഇഡ്ഡലിയും സാമ്പാറൊക്കെ കഴിച്ച് നമ്മളിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. കാരണം മോന് 3 മണി വരെ സ്കൂളുണ്ട്. അവൻ വീട്ടിലെത്തുന്നതിൻ്റെ മുന്നേ തന്നെ നമുക്ക് വീട്ടിലെത്തണം. ഗൈസ്, ഫൈനലി നമ്മുടെ സ്റ്റുഡൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അത് മാത്രമല്ല, ഞാനിവിടെ വന്ന് കുറേ കാര്യങ്ങൾ ചെയ്ത്, പിന്നെ നമ്മൾ ഇടയ്ക്കൊന്ന് ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് സാധനം വാങ്ങിയത്, ഇതുപോലത്തെ ഫയല്, സ്കെച്ച്, പിന്നെ എന്താ പറയുക, ബ്രൗൺ പേപ്പർ ബോക്സ്, അങ്ങനത്തെ സംഭവങ്ങളില്ലേ, മാർക്കർ, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാണ്ടിരുന്നു. അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. പിന്നെ ഓട്ടോയിൽ വീട്ടിലേക്ക് വന്നു കേട്ടോ. വീട്ടിൽ വന്ന് ചോറൊക്കെ കഴിച്ച് അപ്പോഴത്തേക്കും 3 മണിക്ക് സ്കൂൾ വിടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്കൂൾ വിട്ടത് ആൾ വന്നിട്ടുണ്ട്. ഇനി കുറേ പരിപാടികളുണ്ട്. ടെക്സ്റ്റ് ബുക്കൊക്കെ കിട്ടിയിട്ടോ. ടെക്സ്റ്റ് ബുക്ക് ഇനി ബ്രൗൺ പേപ്പർ വെച്ചിട്ട് പൊതിയാനും അങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ കിടക്കുന്നുണ്ട്. പിന്നെ ഒരു സാധനം കാണിച്ചട്ടെ. ഇവിടെ പോയി കിട്ടില്ല. ഒരു ഫ്രീ പ്രൊമോഷൻ ആയിക്കോട്ടെ. ഭാവന ഡിജിറ്റൽ പ്രിൻസ്, അവിടെ നിന്ന് നമ്മൾ ഒരു സാധനം ചെയ്യിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ഏട്ടൻ തന്നെ ചെയ്തു തന്നാണ് കേട്ടോ. പക്ഷെ ഞാൻ പൈസ ഒക്കെ കൊടുത്തിട്ടുണ്ട്, ഫ്രീ ഓസി ഒന്നല്ല. അതെനിക്ക് കണ്ടോ, ഫോട്ടോ കണ്ടോ? ഞാനിതിൻ്റെ മേലെ നിൽക്കുന്നു ആഗ്നി, എൻ്റെ അടുത്ത് നിൽക്കുന്നു ആഗ്നി, ഇവിടെ നിൽക്കുന്നു ആഗ്നി, പിന്നെ നമ്മളെ ശ്രുതിൻ്റെ അടുത്ത് നിൽക്കുന്നു ആഗ്നേ. അപ്പോൾ ഇങ്ങനെ ഒരു ലേബലിൻ്റെ നെയിം സ്ലിപ്പിൻ്റെ സംഭവം ചെയ്യിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കളർ പെൻസിൽ, ബ്രൗൺ പേപ്പർ. ഞാൻ മീഷോന്ന് ഒരു സംഭവം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പുതിയൊരു ടൈപ്പ് കവർ ചെയ്യുന്ന ഒരു സംഭവമില്ലേ, നമ്മൾ വാൾപേപ്പറൊക്കെ ചെയ്യുന്ന പോലെ ഒരു സംഭവം. ബാക്കിലുള്ള ആ കവർ ഇങ്ങനെ റിമൂവ് ചെയ്തിട്ട് അങ്ങനത്തെ ഒരു സംഭവം ഓർഡർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് വരിക 9-ാം തീയതി 10-ാം തീയതി അങ്ങനെ എന്തോ വരിക. അപ്പോൾ അത്രയും ദിവസം ബുക്ക് പൊതിയിടാതെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു സാരമില്ല, മുഴുവനെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ ഈ സാധനം വാങ്ങിയിട്ടോ. അത് കുറച്ച് വലുതാണ്, കുറേ ഉണ്ട്. പിന്നെ വാങ്ങിയത് ഇങ്ങനത്തെ ഫയൽ 2 എണ്ണം വാങ്ങി. ഒന്ന് എനിക്കും ഒന്ന് അവനും. പിന്നെ ഒരു അഗെയിൻ നമ്മുടെ സ്പൈഡർമാൻ്റെ കുടയാണ് വാങ്ങിയത്. അതേപോലെ സ്പൈഡർമാൻ്റെ ഒരു ബോക്സും കിട്ടി. പിന്നെ ബുക്ക് 9 ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് ഗൈസ്. ഇതൊക്കെ ആര് പഠിക്കുന്ന ഞാൻ ആലോചിക്കുന്നത്. ഇത്രയും ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് 5-ാം ക്ലാസ്സിൽ. ആലോചിച്ചിട്ട് പേടിയാവുന്നു. പിന്നെന്താ, പിന്നൊന്നും വാങ്ങിയില്ലല്ലോ. പിന്നൊന്നും വാങ്ങിയില്ല കേട്ടോ. എനിക്ക് കുറച്ച് പരിപാടികളുണ്ട്. ഞാൻ പറഞ്ഞല്ലേ, എന്തൊക്കെ പൊതിയിടാനും അതും ഇതൊക്കെ ഉണ്ട് കേട്ടോ. ആ സമയത്ത് കാണാം ഇനി.
പണ്ടൊക്കെ എനിക്കിതിൻ്റെ വല്യമ്മയായിരുന്നു കേട്ടോ ചെയ്തുതരാ. ഇപ്പം കാലം മാറി. ഇതിപ്പോൾ ഞാൻ ചെയ്ത് കൊടുക്കേണ്ട അവസ്ഥയായല്ലോ. അങ്ങനെയാണല്ലേ മുന്നോട്ടേക്ക് പോകുന്തോറും ഓരോരോ പദവികളും ഓരോരോ എന്താ പറയുക ചുമതലകളൊക്കെ നമുക്ക് വരുമല്ലോ. ഇപ്പം ഞാനിപ്പോൾ ആദ്യമാൻ്റെ ബുക്കൊക്കെ ഇങ്ങനെ പൊതിയിട്ടുകൊണ്ടിരിക്കുക. എനിക്കാണെങ്കിൽ ചടപ്പുള്ള പരിപാടിയാണിത്. എന്നാലും ചെയ്യാണ്ടക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പോൾ ഇന്ന് തന്നെ ഫുൾ നോട്ടും ടെക്സ്റ്റും എല്ലാം തന്നെ നമ്മൾ പൊതിയിടുന്നുണ്ട് കേട്ടോ. പിന്നെ നെയിം സ്ലിപ്പിൻ്റേതും ആ സംഭവം കട്ട് ചെയ്യാനുണ്ട്. അതൊരു മെനക്കെട്ട പരിപാടിയാണ്, ഇതൊരു മെനക്കെട്ട പരിപാടിയാണ്. അപ്പം നമ്മളിങ്ങനെ പാക്ക് ചെയ്ത് പൊതിയിട്ട് വരികയാണ് കേട്ടോ ഗായ്സ്. അപ്പോൾ നമുക്ക് അടുത്ത പരിപാടി എന്ന് പറയുന്നത് ബുക്ക് പൊതിയ കേട്ടോ. ഓൾറെഡി ഞാനിപ്പോൾ ഒന്ന് പൊതിഞ്ഞു കണ്ട, ഇന്ന് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി എത്ര എണ്ണം? 7 എണ്ണം പൊതിയാണ്. പിന്നെന്താ പിന്നെ ഇതേപോലെ തന്നെ നമ്മൾ ആ നെയിം സ്ലിപ്പിൻ്റെ ഇല്ലേ, അതും കട്ട് ചെയ്തെടുക്കാനുണ്ട്. അത് ഇതേപോലെ ഇരുന്ന് മെനക്കെട്ടിരുന്ന് ഓരോന്ന് കട്ട് ചെയ്ത് സെറ്റ് ആക്കണം ഗൈസ്. പിന്നെ നോട്ട്ബുക്ക് ഉണ്ട്. അയ്യോ കഴിഞ്ഞില്ല, ഇനിയും പൊതിയാറുണ്ടല്ലോ. അങ്ങനെ നോട്ട്ബുക്ക് പൊതിയലും ടെക്സ്റ്റ് ബുക്ക് പൊതിയലും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ ഇന്നത്തെ ദിവസം ഇവിടെ തീരാണ് കേട്ടോ. വീണ്ടും വേറെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് വരേ.